ആലപ്പുഴ പുന്നപ്രയിൽ അഗതി മന്ദിരത്തിൽ ജീവനക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. സ്ഥാപന ഉടമയ്ക്കെതിരെ പരാതിയുമായി യുവതി. പുന്നപ്ര ശാന്തി മന്ദിരത്തിലാണ് സംഭവം. സ്ഥാപന ഉടമ ബ്രദർ ആൽബിൻ മാത്യുവിനെതിരെ കേസെടുത്ത പുന്നപ്ര പോലീസ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ 1 ലക്ഷം രൂപയോളം വാഗ്ദാനം ചെയ്തെന്നും യുവതി. എന്നോട് മോശമായി പെരുമാറുകയും സെക്സിന് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് ഓഫർ ആള് തന്നു. അയാൾ ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്ന 2-3 വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എൻ്റെ മാനേജറിനെ കാണിച്ചത്. മാനേജറിനെ കാണിച്ചെന്ന പേരിലായിരുന്നു ഞാനുമായിട്ട് ഇന്ന് സംസാരിച്ചത്. ഞാനത് പ്രതികരിച്ചു. അവിടെ ഒരു ബഹളമുണ്ടായി. എന്നോട് പുറത്തു പോകരുതെന്ന് പറഞ്ഞു. 5 മണിയാകാതെ പുറത്തു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സുധീഷ് ഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. സുധീഷ്, എന്തായാലും കൃത്യമായി തന്നെ പറയുന്നു, തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും അഗതി മന്ദിരത്തിലാണ്, സുരക്ഷ നൽകേണ്ട അഗതി മന്ദിരത്തിലാണ് ജീവനക്കാർക്ക് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ആര്യശ്രീ, കുട്ടി 2.5 മാസമായി ഇവിടെ ശാന്തി ഭവനിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 4 നേഴ്സുമാരായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത്. അന്നേരം 2 പേർ വീതം ഷിഫ്റ്റിലായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഒരാൾക്ക് അപകടത്തിൽ പരിക്കേറ്റ് അവധിയിൽ പോവുകയും മറ്റൊരാൾ ജോലി നിർത്തുകയും ചെയ്ത ഘട്ടത്തിൽ ഓരോരുത്തർ വീതമായി ജോലിക്ക് എത്തുന്നത്. ഈ ഒരു സമയം, അത് ഒരാഴ്ചയായിട്ടുള്ള സംഭവമാണ്. ഈ ഒറ്റയ്ക്കുള്ള സമയം നോക്കിയാണ് ഇത്തരത്തിൽ ആൽബിൻ മാത്യു എന്ന ഈ സ്ഥാപന ഉടമ പെൺകുട്ടിയുടെ ലൈംഗിക ചേഷ്ടയോടെ സംസാരിക്കുകയും അത്തരം കാഴ്ചകൾ വെക്കുകയൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പമാണ് പണം തരാൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് വഴങ്ങിയില്ല. തുടർന്ന് ഇത്തരത്തിൽ നിരന്തര ശല്യം ഉണ്ടാകുന്നത് ഈ കുട്ടി അവിടുത്തെ സ്ഥാപന മാനേജരെ കാണിച്ചു. ആ മാനേജരെ ഇത് ചോദിച്ചതോടെ അയാളെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എന്നാൽ ഈ കാര്യം അറിയാതെയാണ് ഇന്ന് ഈ പെൺകുട്ടി ജോലിക്ക് അവിടെ ചെല്ലുന്ന സമയത്താണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയത് എന്തിനാണ്, അത് കാണിച്ചത് എന്തിനാണ് എന്നടക്കം ചോദ്യം ചെയ്തുകൊണ്ട് പെൺകുട്ടിയുടെ മേൽ മോഷണക്കുറ്റം അടക്കം ആരോപിച്ചുകൊണ്ട് അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി അവിടെ നിന്നും ആരും കാണാതെ പുറത്തു വരികയും അതിനുശേഷം ഭർത്താവിനെയും മറ്റും വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് പുന്നപ്ര സ്റ്റേഷനിലെത്തി പരാതിയും നൽകി. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആൽബിൻ മാത്യുവിനെ പ്രതിയാക്കിക്കൊണ്ട് പുന്നപ്ര പോലീസ് കേസെടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ആൽബിൻ മാത്യുവിൻ്റെ ഒരു ചരിത്രം, കൊലക്കേസിലടക്കം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടയായിരുന്നു ആൽബിൻ മാത്യു. ഇറച്ചി ആൽബിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പോലും. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതടക്കമുള്ള കേസുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം മനസ്സാന്തരമുണ്ടായി ഇത്തരത്തിൽ ആത്മീയ പ്രവർത്തനങ്ങളുമായി മാറി എന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ അതെല്ലാം കാപട്യമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കേസ്. ആ രീതിയിലാണ് ഇതിനെ ഗൗരവതരമായി കാണേണ്ടതും ആര്യശ്രീ. യെസ്, വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.